നമസ്കാരം. ഒടുവിൽ ആ 13-ാം നമ്പർ സ്റ്റേറ്റുകാരന് ഒരവകാശി എത്തി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരിൽ ആരും സ്വീകരിക്കാതിരുന്ന 13-ാം നമ്പർ കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിജ്ഞയ്ക്ക് ശേഷം 9-ാം നമ്പർ കാറിലായിരുന്നു ഷാജി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയത്. പിന്നീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അത് കൈമാറി. തുടർന്ന് അനാഥമായി കിടന്ന 13-ാം നമ്പർ കാർ ഷാജി ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു. പിണറായി മന്ത്രിസഭയിൽ പി പ്രസാദായിരുന്നു ഈ കാർ ഉപയോഗിച്ചിരുന്നത്. അപശകുനമെന്ന് കണക്കാക്കിയാണ് പലരും 13-ാം നമ്പർ കാറും മൻമോഹൻ ബംഗ്ലാവും ഒക്കെ വേണ്ടെന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് 13-ാം നമ്പർ സ്വീകരിച്ച പലരും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയോ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ പാർട്ടിയിൽ ഒതുക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങൾക്കറിയാമോ, വൻകിട ഹോട്ടലുകളിൽ പോലും 13-ാം നമ്പർ മുറികൾ കാണില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 13-ാം നമ്പർ മുറി ഉണ്ടെങ്കിൽ അതിലാരും താമസിക്കാൻ ഇഷ്ടപ്പെടില്ല. എത്ര അത്യാവശ്യമാണെങ്കിലും 13-ാം നമ്പറിൽ അന്തി ഉറങ്ങില്ല. അത്ര ദുശകുനമെന്നാണ് വിലയിരുത്തുന്നത്. അതുപോലെയാണ് മൻമോഹൻ ബംഗ്ലാവ്. ഇവിടെ താമസിക്കുന്ന മന്ത്രിമാർക്ക് കാലാവധി തികയ്ക്കാനാവില്ലെന്നാണ് അന്ധവിശ്വാസം. തിരുവനന്തപുരം നഗര ഹൃദയത്തിലെ ഈ വമ്പൻ മന്ത്രിമന്ദിരത്തിന്റെ പടിയിറങ്ങിയ പല മന്ത്രിമാരുടെയും രാഷ്ട്രീയ ചരിത്രം വിവാദങ്ങളും തകർച്ചകളും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പല മുതിർന്ന നേതാക്കളും ഇവിടേക്ക് മാറാൻ ഭയപ്പെടുന്നു. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് മൻമോഹൻ ബംഗ്ലാവ് നിർമ്മിച്ചത്. തിരുവിതാംകൂർ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന PS നടരാജപിള്ളയാണ് ആദ്യമായി ഈ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത്. ആഡംബരമൊന്നും വേണ്ടെന്ന് വെച്ച് നടരാജപിള്ള പിന്നീട് താമസം മാറ്റി. തിരുക്കൊച്ചി മന്ത്രിയായിരുന്ന A.J. ജോൺ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, പിന്നീട് താമസിച്ചെങ്കിലും വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായി. ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ K. കരുണാകരൻ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. എന്നാൽ ചുമതലയേറ്റ് ഒരു മാസത്തിനകം, നമുക്കറിയാം രാജൻ കേസ്, വിവാദമായ കേസ്, ആ കേസിൽപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം K. കരുണാകരന് നഷ്ടപ്പെട്ടു. പിന്നീട് ഇവിടെ താമസിച്ച R. ബാലകൃഷ്ണപിള്ള, ആ ബാലകൃഷ്ണപിള്ളയ്ക്ക് പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ശനിയുടെ അവതാരം മാറ്റാൻ ഈ ബംഗ്ലാവിൽ, അതായത് ഈ മൻമോഹൻ ബംഗ്ലാവിൽ വാസ്തുപൂജ ഉൾപ്പെടെ ബാലകൃഷ്ണപിള്ള നടത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിമന്ദിര നവീകരണത്തിൽ ധൂർത്തെന്ന പേരിൽ താമസം തന്നെ മാറ്റേണ്ടി വന്നു. TU കുരുവിള ഇവിടെ താമസിച്ച വേളയിലാണ് രാജകുമാരി ഭൂമി ഇടപാടിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത്. പിന്നീട് താമസമാക്കിയ മോൻസ് ജോസഫിനും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ലൈംഗിക അതിക്രമ കേസിൽ കുറ്റവിമുക്തനായ PJ ജോസഫ് തിരിച്ചു വന്നതുകൊണ്ടാണ് മോൻസിന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നത്. മുന്നണി മാറിയതോടെ ജോസഫിന് മന്ത്രിസ്ഥാനവും നഷ്ടപ്പെട്ടു. അതേസമയം ഇവിടെ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയവരുമുണ്ട്. ഇവിടെ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയ മന്ത്രിമാർ നിരവധിയാണ്. അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരൻ, അതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിൽ വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യടൻ മുഹമ്മദ്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആന്റണി രാജു, അദ്ദേഹത്തിന് 2.5 വർഷ കാലാവധി മാത്രമാണ് ഉണ്ടായിരുന്നത്, അത് പൂർത്തീകരിച്ചാണ് താമസം മാറ്റിയത്. സജി ചെറിയാൻ മന്ത്രിസഭയിലേക്കുള്ള 2ാം വരവിൽ അനുവദിച്ചത് മൻമോഹൻ ബംഗ്ലാവാണ്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് OJ ജനീഷ് മൻമോഹൻ ബംഗ്ലാവ് തൻ്റെ ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുത്തത്. അങ്ങനെ KM ഷാജിയും ജനീഷും വാർത്താക്കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ്. മാത്രമല്ല ഇവരെ രണ്ടുപേരെയും സഹോദരം വീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും അപശകുനങ്ങൾ ഉണ്ടായാൽ ഉറപ്പായും പറയും. ഒന്നുകിൽ ഈ ഷാജിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഈ വാഹനത്തിൻ്റെ കുഴപ്പമോ, അല്ലെങ്കിൽ ജനീഷിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വീടിൻ്റെ ദോഷഫലമാണെന്ന് പറയും, ഉറപ്പായും പറയും.